ഹലോ എവ്രി വൺ, കോഡ് മന്ത്രയുടെ മലയാളം ജാവ ട്യൂട്ടോറിയൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഡാറ്റ ടൈപ്സ് എന്താണെന്നും ഡാറ്റ ടൈപ്സിന്റെ ക്ലാസിഫിക്കേഷനും നമ്മൾ പഠിച്ചു. ഈ വീഡിയോയിൽ ബൈറ്റ് എന്ന ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോർമലി ബൈറ്റ് ഡാറ്റ ടൈപ്പ് ചെറിയ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ നമ്പറിനെ സ്റ്റോർ ചെയ്യാനായി ബൈറ്റ് ഡാറ്റ ടൈപ്പ് എടുക്കുന്നത് 8 ബിറ്റ്സ് ഓഫ് മെമ്മറിയാണ്. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് -128 തൊട്ട് 127 വരെയുള്ള നമ്പേഴ്സ് മാത്രമാണ് സ്റ്റോർ ചെയ്യാൻ കഴിയുക. ഇത് വെറും 8 ബിറ്റ്സ് മാത്രം എടുക്കുന്നത് കൊണ്ട് മെമ്മറി സേവ് ചെയ്യാൻ സഹായിക്കും. ഇനി ഈ ബിറ്റ്സ് എന്താണെന്ന് നോക്കാം. ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റയുടെ ഏറ്റവും സ്മോളസ്റ്റ് ഫോമാണ്. ഒരു ബിറ്റ് എടുത്താൽ ഒന്നുകിൽ അത് 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. ഇനി 2 ബിറ്റ് എടുത്താൽ അത് 0s and 1s 4 കോമ്പിനേഷൻസ് ആയിരിക്കും. 00, 01, 10, 11 അങ്ങനെ. അതുപോലെ ബൈറ്റ് ഡാറ്റ ടൈപ്പ് എടുക്കുന്നത് 8 ബിറ്റ്സ് ആണ്. സോ 8 ബിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 0s and 1s 256 കോമ്പിനേഷൻസ് ഉണ്ട്. ഈ 256 കോമ്പിനേഷൻസ് ബൈറ്റിന്റെ റേഞ്ചായ -128 മുതൽ 127 വരെയുള്ള നമ്പേഴ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെ ബൈറ്റ് ഡാറ്റ ടൈപ്പിനെ ഇനീഷ്യലൈസ് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് സിൻടാക്സ്. ബൈറ്റ് സ്പേസ് വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ ദെൻ സെമിക്കോളൻ. ഉദാഹരണത്തിന് ബൈറ്റ് മൈ ഏജ് ഈക്വൽ ടു 29. ഈ ഒരു എക്സാമ്പിൾ കൂടെ നോക്കുക. മെയിൻ മെത്തേഡിനകത്ത് നമ്മളൊരു ബൈറ്റ് വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തു. വേരിയബിൾ നെയിം വാലിഡ് ബൈറ്റ് എന്നും വാല്യൂ 100 എന്നും കൊടുത്തു. ഈ വാല്യൂ ബൈറ്റിന്റെ റേഞ്ചായ -128 127 ഇടയിലാണ്. സോ നമുക്കിത് ബൈറ്റിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇനി ഇത്രയും പഠിച്ചത് നമുക്കൊന്ന് കോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതിനായി ഇന്റലിജി ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി മുമ്പത്തെ സെഷനിലെ പ്രോജക്റ്റ് ഉള്ളവർ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല, അത് തന്നെ നമുക്ക് റീയൂസ് ചെയ്താൽ മതിയാകും. ഇത് ഓൾറെഡി പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത്. പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ SRC ഫോൾഡറിനകത്ത് ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ഇതിന് നമുക്ക് ബൈറ്റ് ഡെമോ എന്ന പേര് കൊടുക്കാം. ഇനി മെയിൻ മെത്തേഡ് എഴുതാം. ഇനി മെയിൻ മെത്തേഡിനകത്ത് ഒരു ബൈറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ സിനാരിയോ ഒരു വാലിഡ് ബൈറ്റ് വേരിയബിൾ വെച്ചാണ്. സോ നമുക്ക് ഈ ബൈറ്റ് വേരിയബിളിന് 100 എന്ന വാല്യൂ കൊടുക്കാം. ബൈറ്റ് സ്പേസ് വാലിഡ് നമ്പർ ഈക്വൽ ടു 100 സെമിക്കോളൻ. ഇനി വാലിഡ് നമ്പർ എന്ന വേരിയബിൾ നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ബ്രാക്കറ്റ്സിനകത്ത് വാലിഡ് നമ്പർ ദെൻ സെമിക്കോളൻ. ഇപ്പൊ നമ്മുടെ കോഡ് റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് കാണാം 100 എന്ന വാല്യൂ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സിനാരിയോ നോക്കാം. അടുത്ത സിനാരിയോ ബൈറ്റ് റേഞ്ചിന്റെ പുറത്തുള്ള 130 എന്ന വാല്യൂ ആണ്. നമുക്ക് ഈ 100 എന്ന വാല്യൂയെ മാറ്റി 130 ആക്കി നോക്കാം. ഇപ്പൊ നമുക്ക് ഈ ലൈനിന് താഴെ ഒരു റെഡ് ലൈനാണ് കാണുന്നത്. ഇതൊരു കമ്പൈൽ ടൈം എററാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കമ്പൈൽഡ് ലാംഗ്വേജസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കമ്പൈൽ ടൈം എറേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കമ്പൈൽഡ് ലാംഗ്വേജസിൽ കോഡ് എഴുതുന്ന ടൈമിൽ തന്നെ നമുക്ക് ഈ കമ്പൈൽ ടൈം എറേഴ്സ് കണ്ടെത്താൻ സാധിക്കും. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിവിടെ -128 127 ഇടയിലുള്ള വാല്യൂസ് മാത്രമാണ് ബൈറ്റിൽ യൂസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നമുക്ക് ഈ എറർ ലഭിച്ചത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് സിനാരിയോ. സോ നമുക്ക് ഈ ബൈറ്റ് വേരിയബിളിനെ ഈ എറർ കാരണം യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി നമ്മുടെ തേർഡ് സിനാരിയോ നോക്കാം. ട്രൈ കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് എന്നാൽ ഒരു ഡാറ്റ ടൈപ്പിനെ മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് എക്സ്പ്ലിസിറ്റ്ലി അഥവാ മാനുവലി ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ടൈപ്പ് കാസ്റ്റിങ്ങിനെ കുറിച്ച് വരും വീഡിയോസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇപ്പൊ നമുക്ക് കോഡിൽ ഈ ലൈൻ ഒന്ന് ഹോവർ ചെയ്ത് നോക്കിയാൽ ഒരു സജഷൻ വന്നിട്ടുണ്ട്. കാസ്റ്റ് എക്സ്പ്രഷൻ ടു ബൈറ്റ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മുടെ വാല്യൂ ആയ 130 മുമ്പേ ഒരു ബ്രാക്കറ്റ്സിൽ കൺവേർട്ട് ചെയ്യേണ്ട ഡാറ്റ ടൈപ്പ് ആഡായി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് കാസ്റ്റിംഗ് ചെയ്യുക. ഇനി കോഡ് സേവ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഔട്ട്പുട്ടാണ് ലഭിച്ചത്. -126
പക്ഷേ നമ്മൾ കൊടുത്ത വാല്യൂ 130 സോ ഇതൊന്ന് നമുക്ക് പരിശോധിക്കാം. ബൈറ്റിന്റെ റേഞ്ച് -128 ടു 127 നമ്മൾ കൊടുത്ത വാല്യൂ 130. സോ ബൈറ്റ് ഇതിനെ റാപ്പ് അറൗണ്ട് ചെയ്യും. എന്ന് വച്ചാൽ 130ന്റെ ബൈനറി റെപ്രസെന്റേഷൻ എടുക്കും. ഇതാണ് 130ന്റെ ബൈനറി കോഡ്. ഇനി ബൈറ്റ് റേഞ്ചിലെ -126ന്റെ ബൈനറി കോഡും സെയിം ആണ്. അതുകൊണ്ടാണ് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയ -126 ലഭിച്ചത്. സോ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ബൈറ്റ് വേരിയബിളിനെ പല പല വാല്യൂസ് വെച്ചുകൊണ്ട് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് വഴി അറിയിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഷോർട്ട് ഡാറ്റ ടൈപ്പിനെ കുറിച്ചുള്ള അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.